ഞാൻ ഇപ്പം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു പർപ്പസ്, ഒരു പ്ലാനും ഒന്നുമില്ലായിരുന്നു. എന്ന് പറയുമ്പോൾ എങ്ങനെ, ഒരു ദിവസം പഠിപ്പിച്ച് വൈകുന്നേരം വന്ന് ഞാൻ ഫോണിൽ സ്ക്രോൾ ചെയ്യും, എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി ഇല്ല ഫോണിലിങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, അത്ര തന്നെ. അതായത് ഓണപ്പരീക്ഷ ഒന്നും ഈ ഫസ്റ്റ് ഓണപ്പരീക്ഷ വരെ ഞാൻ ഒന്നും പഠിച്ചില്ല. ക്ലാസ്സിൽ ശ്രദ്ധിക്കും, കാര്യങ്ങളെല്ലാം ഓക്കെ, ട്യൂട്ടോറിയലായാലും. പക്ഷെ അല്ലാതെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ വീട്ടിൽ വന്നിട്ട് ഒന്നും പഠിക്കില്ല. പരീക്ഷയ്ക്ക് എല്ലാം മാർക്ക് കുറവാണ് എനിക്ക്, ഓണപ്പരീക്ഷയ്ക്ക്. പക്ഷേ ഈ കോഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ഒരാഴ്ച പ്ലാൻ ഉണ്ടല്ലോ, തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് എന്താണ് ഈ നമ്മളെ ഡെയിലി ലോഗായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഞാൻ ഇന്ന ഡെയിലി മിഷൻസ് കംപ്ലീറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റണം, ഞാൻ പഠിക്കും. ഞാൻ ഇത്രയും പഠിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ ഇങ്ങനെ പഠിക്കൂ, എനിക്ക് ഇത്രയും പഠിക്കാൻ കഴിവുണ്ടോ, ഞാൻ ഇങ്ങനെ പഠിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഒരു വലിയൊരു ഹെൽപ്പ് എൻ്റെ ലൈഫിൽ ഒരാഴ്ച കൊണ്ട് ഇത്രയും മാറി. അങ്ങനെയാണെങ്കിൽ ഇനി 3 ആഴ്ചയും കൂടെ ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മാറിയിരിക്കുന്നു. എനിക്ക് 100% ഉറപ്പാണ്, മാറണം. ഇപ്പം എനിക്കുണ്ടായ കളിയാക്കൽ സ്കൂളിൽ ഓണപ്പരീക്ഷ കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് ഞാൻ മാറ്റും, ഉറപ്പാണ്. ഇതെല്ലാം ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കിയാൽ മൊത്തം ചീറ്റി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി തന്നെ ഫുൾ സിസ്റ്റം ബിൽഡ് ചെയ്തത്. ഇത് ചെയ്തിട്ട് ഈ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ പൈസ ഞാൻ അങ്ങോട്ട് തരും. നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസിനെ ഞെട്ടിപ്പിക്കുന്ന പ്രോഗ്രസ് ഇതെല്ലാം ഒന്ന് വായിച്ചത് നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും. ഇതുപോലെ എല്ലാവരും ചെയ്യണം, അത് ഒറ്റ മാസം കൊണ്ട്. അതിനുവേണ്ടിയാണ് ഇത് റെഡിയാക്കിയിരിക്കുന്നത്. എത്ര പഠിച്ചാലും മാർക്ക് കൂടുന്നില്ലേ, ഞാൻ പേഴ്സണലൈസ് ആയിട്ട് അതിനുള്ള എക്സാക്ട് റീസൺ കണ്ടുപിടിച്ച് സുഖമായിട്ട് സോൾവ് ചെയ്ത് തരും. ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഓരോ ദിവസം 30 ദിവസത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ കൂടെ ഓരോ ചാപ്റ്ററിന്റെയും സൈക്കോളജിക്കൽ മെമ്മറി വെപ്പൺസിന്റെ ഫുൾ മെറ്റീരിയൽസ് ഫ്രീ. എപ്പോൾ തുടങ്ങണം, എന്തൊക്കെ ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ ക്രിസ്റ്റൽ ക്ലാരിറ്റി മാസ്റ്റർ പ്ലാനും ഫ്രീ. ഈ കോഴ്സ് എടുത്ത് ഒറ്റ ദിവസം കഴിയുമ്പോൾ തന്നെ വീട്ടുകാരും ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാം അന്തം വിടും, ഇവൻ ഇത്രയും ചേഞ്ച് ആയെന്നും പറഞ്ഞ്. അതിനുവേണ്ടി ഇതിന്റെ ഫുൾ വീഡിയോ കോഴ്സും വർക്ക്ഷീറ്റും ഫ്രീ. പ്ലസ് നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സ്ട്രാ ഫ്രീ ബോണസും കൂടെ. നമ്മുടെ പേരൻസിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഈ മൊത്തം 3500 രൂപയുടെ സിസ്റ്റം 1199 രൂപയ്ക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് തരും. 20 സീറ്റ് മാത്രമേ ഉള്ളൂ. 29-ാം തീയതി മൺഡേ രാത്രി 12 മണി വരെ മാത്രം ഈ ഓഫർ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇനി അതിനു മുമ്പ് 20 സീറ്റ് ഫില്ലായി അത്രേ ഉള്ളൂ. ഇതേ പ്രൈസിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നെക്സ്റ്റ് വീക്ക് തൊട്ട് 1400 ആയിട്ട് കൂട്ടും പ്രൈസ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തരുന്ന ഫുൾ എമൗണ്ടും അപ്പം തന്നെ റീഫണ്ട്. ഇപ്പം തന്നെ ഈ നമ്പറിലേക്ക് ഹായ് വാട്സപ്പ് ചെയ്യുക. ഇതിൽ ജോയിൻ ചെയ്തതിന് മുമ്പ് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാനും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുമെങ്കിലും അത് കറക്റ്റായി ഫോളോ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന മാർക്സിനെ പറ്റി ഒരുപാട് കോൺഷ്യസ് ആയിരുന്നു. കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം സ്റ്റഡി റുട്ടീൻസിലൊക്കെ ചേഞ്ചസ് എനിക്ക് കാണാൻ സാധിച്ചു. പ്രൊഡക്റ്റീവായിട്ട് സ്റ്റഡി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു ടൈം ലൈനിലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി അവർ റെക്കമെൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമായിരിക്കും പ്രൊഡക്റ്റീവായിട്ട് സ്റ്റഡി ചെയ്യാൻ സാധിക്കും. കോൺസിസ്റ്റൻസി ബിൽഡ് ചെയ്തു. ഒരു സ്മോൾ ടൈം ആണെങ്കിൽ പോലും പഠിക്കാനായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. കാരണം ഒരു ദിവസം നമ്മൾ ഈ സ്റ്റഡി എന്ന് പറയുന്ന ഒരു റുട്ടീൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി തോന്നാറില്ല. അതൊരു നല്ലൊരു ഫ്യൂച്ചറായിട്ട് ഫീൽ ചെയ്തു. സൈക്കോളജിക്കലി ഒരു കോഴ്സ് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഫ്യൂച്ചറായിട്ട് പറയാനുള്ളത് ഡെയിലി ലോഗ്സ് എന്ന് നമുക്ക് വേണ്ടി പേഴ്സണലൈസ്ഡ് ആയിട്ട് അയച്ചു തരുന്നുണ്ടായിരുന്നു. ആ ഡെയിലി ലോഗ്സ് കിട്ടുന്നത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമുക്ക് തരുന്നൊരു ഫോം ഉണ്ട്, ആ ഫോം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് ഫില്ല് ചെയ്യുമ്പോൾ ഒരു സെൽഫ് ട്രസ്റ്റാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇന്ന സംഭവം നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തന്നെ ഉണ്ടാവും. അത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഫേവറേറ്റ് ആണ്. സോ താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ YT ഹോട്ട്സ്പോട്ട് യൂട്യൂബ് ക്ലാസ്സിൻ്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ്. നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് 1 വീക്ക് കഴിയാണ്. അപ്പം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കൺസിസ്റ്റൻസി ഒട്ടും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ദിവസം പഠിക്കുകയാണെങ്കിൽ ഞാൻ കുറേ ദിവസം പഠിക്കില്ല, പിന്നെ വീണ്ടും പഠിക്കും. പക്ഷേ പഠിക്കുന്ന ദിവസം നമ്മൾ ഈ കുറേ ദിവസം പഠിക്കാത്തത് കൊണ്ടും ഈ പഠിത്തത്തോടുള്ള ടച്ച് ചെറുതായിട്ടൊക്കെ വിട്ടു പോകുന്നുള്ളതുകൊണ്ടും ഈ പഠിക്കുന്ന നേരം ചിലപ്പം നമുക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു വിഷമം വരും.
അപ്പോൾ ആ വിഷമം വരുമ്പോൾ പിന്നെ കുറേ ദിവസം എടുക്കാൻ തോന്നില്ല, അങ്ങനത്തെയൊക്കെയാണ് ഒരു പ്രശ്നം. പിന്നെ എന്നും പഠിക്കാൻ തോന്നാത്തതെന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും. അതേപോലെ പ്രത്യേകിച്ച് എനിക്ക് തിയറി സബ്ജക്ട്സ് എനിക്ക് ഒട്ടും പഠിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ സന്തോഷം എന്ന് വെച്ചാൽ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ എപ്പോഴും പഠിക്കാത്തതുകൊണ്ട് ഇതേപോലെ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല അങ്ങനത്തേക്ക് ഒരു മൈൻഡ് സെറ്റായിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെ ഒരു ചെറിയ ചേഞ്ച് എങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചെറിയ ചേഞ്ച് ആണെങ്കിൽ പോലും എനിക്കത് ഒരുപാട് ഹാപ്പിനെസ് തരുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു വലിയ മാറ്റമായിട്ട് തോന്നി. പിന്നെ അതേപോലെ ഈ സാറ് പറഞ്ഞ പോലെയുള്ള റിവിഷൻ ടെക്നിക്ക്, എനിക്ക് തിയറി സബ്ജക്ട്സ് പഠിക്കാൻ ഇഷ്ടമല്ലാത്ത മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് റിവൈസ് ചെയ്യാൻ പ്രോപ്പറായിട്ട് അറിയൂല. അപ്പം അതുകൊണ്ട് തന്നെ സാറ് പറഞ്ഞ റിവിഷൻ ടെക്നിക്ക് പോലെ തന്നെ തലേ ദിവസം അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ അത് റിവൈസ് ചെയ്യുക. പിന്നെ അതിനുശേഷം അടുത്ത ദിവസം അത് ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വായിച്ച് നോക്കിയാണ്, അതായത് ഇപ്പോൾ തിയറി ആണെങ്കിൽ അത് ബുക്ക് തുറന്ന് ഇങ്ങനെ വായിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതല്ല കറക്റ്റ് റിവിഷൻ ടെക്നിക്ക് എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ എക്സാം ഹാളിൽ പോകുമ്പോൾ അത് എഴുതുമ്പോൾ പകുതി നമുക്ക് ഓർമ്മ കാണുള്ളൂ. അപ്പം സാറ് പറഞ്ഞ പോലെ അത് പഠിക്കുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞ് ഉറങ്ങണതിന് മുന്നേ അത് റിവൈസ് ചെയ്ത് പിന്നെ അതിന് ശേഷം അടുത്ത ദിവസം ഒന്ന് ബുക്ക് അടച്ചു വെച്ചിട്ട് കാണാതെ പറഞ്ഞു നോക്കും. അല്ലെങ്കിൽ ഇപ്പം എന്നിട്ട് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ആദ്യം ഒന്ന് ഓട്ടിച്ച് വായിച്ചു നോക്കിയിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് പറഞ്ഞു നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ടെസ്റ്റ് പേപ്പർ അങ്ങനെ എവിടെയെങ്കിലും എഴുതാൻ സ്കൂളിലോ ട്യൂഷനിലോ അങ്ങനെ എഴുതാനുണ്ടെങ്കിൽ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് തിയറി സബ്ജക്ട്സ് ഏകദേശം പഠിക്കാൻ എനിക്ക് ഇത്തിരി ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് എന്നും അങ്ങനെ എഴുതി പഠിച്ച് അയക്കേണ്ടി വരുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് ഒരു ദിവസം ബുക്ക് എടുക്കാനൊന്നും തോന്നുന്നില്ല, പഠിക്കാനൊന്നും തോന്നുന്നില്ല എങ്കിൽ പോലും ഇത് അയക്കണമല്ലോ എന്ന് വിചാരിച്ച് എന്തായാലും പഠിച്ചല്ലേ അയക്കത്തുള്ളൂ. അപ്പം ഞാൻ എന്തായാലും പഠിക്കും, ഇത് അയക്കണമെന്നുള്ളതുകൊണ്ട് എന്തായാലും പഠിക്കും. അപ്പം അതിൻ്റെ കൂടെ എഴുതി അങ്ങ് എനിക്ക് അയക്കാൻ പറ്റും. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. അതായത് ഇപ്പം നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ നിർത്തി വയ്യ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ പോലും എന്തായാലും ഇത് അയച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും പഠിച്ചേക്കാമെന്ന് വിചാരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ എൻ്റെ കോൺഫിഡൻസ് ഒരുപാട് മാറ്റം വന്നു. അതായത് മുമ്പൊക്കെ ഞാൻ ട്രൈ പോലും ചെയ്യാറില്ലായിരുന്നു, അതായത് എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഒരു തോന്നലായിരുന്നു. ഇപ്പം ഞാൻ ഒരുപാട് എക്സലൊന്നും ആയിട്ടില്ല, എന്നാലും അറ്റ്ലീസ്റ്റ് ശ്രമിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. ഇപ്പം ആ സമയമാകുമ്പം കുറച്ചെങ്കിലും ഒന്ന് പഠിച്ചില്ലെങ്കിൽ എന്തോ പോലെ അങ്ങനത്തെ ഒരു ഫീലുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. മുമ്പൊന്നും എനിക്കങ്ങനെ ഇല്ലായിരുന്നു, പഠിക്കുമ്പോഴായിരുന്നു എന്തോ പോലെ, ഇപ്പം പഠിച്ചില്ലെങ്കിൽ എന്തോ പോലെ ഒരു ഫീലാണ്. അപ്പോൾ അതെനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ ഇത് ഞാൻ ഈ കോഴ്സ് തീർച്ചയായിട്ടും എന്നെപ്പോലൊരു കുട്ടിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ഇപ്പം ഞാനാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് കഴിവുണ്ടായിരിക്കും, പക്ഷേ എൻ്റെ കുറേ ഹാബിറ്റ്സോ എൻ്റെ കുറേ മൈൻഡ് സെറ്റൊക്കെ കാരണം എനിക്ക് ഞാൻ വിചാരിച്ച കണക്കൊന്നും വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ അത്രയും വന്നിട്ടൊന്നുമില്ല, എന്നാലും എന്നെക്കൊണ്ട് വരാൻ പറ്റും എന്നൊരു തോന്നൽ. കുറച്ചും കൂടെയൊക്കെ ഞാൻ പരിശ്രമിച്ചാൽ കുറച്ചും കൂടെ ഇതേപോലെ തന്നെ കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തി പോയാൽ ഉറപ്പായിട്ട് എനിക്കും ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ. മുമ്പൊക്കെ ഈ കോഴ്സിന് ചേർന്നതിന് മുമ്പ് ഞാൻ +2 എനിക്ക് പാസ്സാവോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച കണക്ക് എനിക്ക് ശരിയാവോ എന്നൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ ഇങ്ങനത്തെ ഒരു ഇതുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് ബാക്കിലോട്ടൊക്കെ ആണ് അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ കോഴ്സ് ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തതിന് മുന്നേ എല്ലാം ഒരു ഓർഡറിലല്ലായിരുന്നു, ബട്ട് ഇപ്പം എല്ലാം ഒരു ഓർഡറിൽ പോകുന്നുണ്ട്. ഇതുകൊണ്ട് ഇപ്പം ഇവർ ചെയ്ത് തന്നിരിക്കുന്ന ടൈം ടേബിൾ ആണെങ്കിലും ആ ടൈം ടേബിൾ വെച്ചിട്ട് നല്ല ഷേപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പം നന്നായിട്ട് ക്ലാസ്സിൽ പോയിട്ട് ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ടാണെങ്കിലും രാവിലെ എഴുന്നേറ്റിട്ടിരുന്ന് പഠിക്കുന്നതും എല്ലാം നല്ലൊരു ഓർഡറിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡെയിലി ഗൂഗിൾ ഫോംസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം
കറക്റ്റ് ആ ഒരു ടൈം വരെ ഇരുന്ന് പഠിച്ച് അതെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഡെയിലി ഗൂഗിൾ ഫോം ഒക്കെ ഉള്ളത്. അപ്പം ഓൾ ഓവർ ഒരു ചേഞ്ച് ഇപ്പം വന്നിട്ടുണ്ട്.